സംഘർഷം കെട്ടടങ്ങിയതോടുകൂടി തന്നെ പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയുടെ കണക്കുകളാണ് പുറത്തു വരുന്നത്. 2024-25 പാകിസ്ഥാൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് അവർ കടം കയറി മുടിഞ്ഞു നിൽക്കുകയാണ് എന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. പൊതുകടം മാത്രം 23.10 ലക്ഷം കോടി രൂപയിലെത്തിയെന്നാണ് സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി തന്നെ തങ്ങളുടെ രാജ്യത്ത് ആരും പട്ടിണി കിടക്കുന്നില്ല എന്നും 4 നേരം മൃഷ്ടാന ഭോജനം നടത്തുന്നു എന്നുമൊക്കെ മൈക്കിലൂടെ പ്രസംഗിച്ച് അല്ലെങ്കിൽ അലറി വിളിച്ച കൊടും ഭീകരന്മാരുടെ കള്ളത്തരങ്ങളാണ് അഴിഞ്ഞു വീഴുന്നത്. ഇന്ത്യയിൽ ഉള്ളവരാണ് കൊടിയ ദാരിദ്ര്യം അനുഭവിക്കുന്നതെന്നും ഉണ്ണാനും ഉടുക്കാനും ഞങ്ങളുടെ നാട്ടിൽ അതായത് പാകിസ്ഥാനിൽ ആവോളം ഉണ്ടായിരുന്നു എന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ഇതിനെയെല്ലാം ഒറ്റയടിക്ക് പൊളിച്ചെടുക്കുന്നതായിരുന്നു സർവേ റിപ്പോർട്ടുകൾ എന്നതാണ് മറ്റൊരു വസ്തുത. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസീം മുനീറും അടക്കം നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്കാണ് ഇപ്പോൾ ഈ കൊടും ഭീകരന്മാരുടെ വാദങ്ങൾ കൊണ്ട് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജനക്ഷേമ പദ്ധതിയിൽ നിന്ന് പോലും പാകിസ്ഥാൻ സർക്കാർ കൈയിട്ട് വാരി ആയുധങ്ങൾ വാങ്ങുവാനും നിർമ്മിക്കുവാനും പണം സമാഹരിച്ചത്. കോടികളുടെ തുകയായിരുന്നു അതിനായി ഇവർ വകവരുത്തിയത്. അടുത്ത ബഡ്ജറ്റിലേക്കായിരുന്നു ഈ തുകയെല്ലാം തന്നെ വകവരുത്താൻ അവർ ആലോചന നടത്തിയതും. ഇതോടുകൂടി തന്നെ പാകിസ്ഥാൻ തന്നെ അവരുടെ നാട്ടിലെ ജനങ്ങളുടെ കുഴി തോണ്ടും എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കടം കയറി മുടിയുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന പാകിസ്ഥാൻ രാജ്യത്തിന്റെ പൊതുകടം ചരിത്രത്തിലെ നിന്നും ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2024-25 പാകിസ്ഥാൻ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ 23.10 ലക്ഷം ഇന്ത്യൻ രൂപയാണ് കടമായി പറയുന്നത്. 2020-21 കാലയളവിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ പൊതുകടം എന്ന് പറയുന്നത് 9,860 ബില്യൺ പാകിസ്ഥാൻ രൂപയായിരുന്നു. 4 വർഷത്തിനുള്ളിൽ ഇത് ഇരട്ടിയായി വർദ്ധിക്കുന്ന നിലയിലുള്ള മൊത്തം പൊതുകടത്തിൽ 51,518 ബില്യൺ രൂപ ആഭ്യന്തര കടവും 24,489 ബില്യൺ രൂപ വിദേശ കടവുമാണ് ഉള്ളത്. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന കടമാണിത്. മൊത്തം പൊതുകടത്തിൽ വർദ്ധിച്ചു വരുന്ന വിദേശ കടത്തിന് പ്രധാന കാരണം അന്താരാഷ്ട്ര നാണയനിധി അതായത് IMF-ൽ നിന്നുള്ള വായ്പകളാണ്. ഇതിൽ അടുത്തിടെ IMF വിതരണം ചെയ്ത $100 കോടി വായ്പയും അതായത് ഏതാണ്ട് 8,500 കോടി രൂപ ഉൾപ്പെടുന്നുവെന്ന കണക്കുകൾ അടക്കമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പാകിസ്ഥാനിലുള്ള എക്സ്ക്രെഡിറ്റ് ഫണ്ട് ഫെസിലിറ്റി ആ ഒരു പദ്ധതിയുടെ കീഴിലായിരുന്നു IMF ഈ തുകയെല്ലാം തന്നെ അനുവദിച്ചത്. ചൈനയിൽ നിന്നുള്ള പാകിസ്ഥാന്റെ കടം ഏതാണ്ട് $30 ബില്യൺ അധികമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സാമ്പത്തികമായി കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് ഇരട്ടി പ്രഹരം നൽകാൻ തന്നെയായിരുന്നു ഇന്ത്യ ഒരുക്കം തുടങ്ങിയതും. യുദ്ധം ചെയ്യണമെങ്കിൽ പണം ആവശ്യമാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഇപ്പോൾ അവർ കടക്കണിയിൽ മുക്കി നിൽക്കുന്ന വാർത്തകൾ അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ IMF-നോട് കടം ചോദിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ്. എന്നാൽ ഈ ഒരു നീക്കത്തെ നഖശികാന്തം തടയിടാനായിരുന്നു ഇന്ത്യ തീരുമാനമെടുത്തതും. പാകിസ്ഥാന് ലഭിക്കുന്ന ആ ഒരു സാമ്പത്തിക സഹായം തടയിടണം എന്ന ആ ഒരു നീക്കത്തിൽ തന്നെയായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നതും. ബോർഡ് യോഗത്തിൽ പാകിസ്ഥാനുള്ള അധിക ധനസഹായത്തെ ഇന്ത്യ എതിർക്കുമെന്നും കാരണം ഇന്ത്യ ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്. നിരന്തരം പാകിസ്ഥാൻ പല മുന്നറിയിപ്പുകളും നൽകി ഇന്ത്യ, എന്നാൽ പോലും ഇതൊന്നും വകവയ്ക്കാതെയായിരുന്നു പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടതും. സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി പോലും നോക്കാതെയാണ് ഇക്കൂട്ടർ യുദ്ധ വിളംബരം നടത്തിയത് പോലും. പലകുറി യുദ്ധഭീഷണി നടത്തിയ പാക് നേതാക്കന്മാർ എന്തിനധികം പറയുന്നു, പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉൾപ്പെടെ ഭയന്ന് വിറച്ച് ബങ്കറിൽ കയറി ഒളിച്ചിരുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. യുദ്ധത്തെ കൊണ്ട് മാത്രം അല്ല, മറിച്ച് പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ ഉപദേശത്തിലൂടെയോ ശരിയാക്കിയെടുക്കാൻ കഴിയുന്നതല്ല എന്നടക്കം അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരെ രംഗത്ത് വന്നിരുന്നു. അവർക്ക് ശക്തമായ തിരിച്ചടിയുടെ ആ ഒരു സ്വരങ്ങൾ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. സാമ്പത്തികമായി കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് ഇനി ഒരു തുള്ളി വെള്ളം പോലും ഇന്ത്യയുടെ മുന്നിൽ യാചിച്ച് തലകുമ്പിട്ട് നിന്നാൽ പോലും നൽകില്ല എന്ന തീരുമാനത്തിലേക്ക് വരെ ഇന്ത്യ എത്തി നിന്നിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ IMF-നോട് കടം ചോദിക്കുകയും എന്നാൽ ഈ ഒരു കടം എല്ലാം കൂടെ പാകിസ്ഥാന് വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.